ഫെബ്രുവരി 14 എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പ്രണയദിനമാണല്ലേ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. ഒരിക്കലും ഉണങ്ങാത്ത ആഴത്തിലുള്ള ഒരു മുറിവിന്റെ മുഖം. അപ്പോൾ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 14 ഇന്ത്യയിൽ ഒരു കരിദിനമായി മാറിയത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഈ കരിദിനത്തിന് പിന്നിലെ കാരണം അറിയണമെങ്കിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾ പിന്നോട്ടു പോകണം. കൃത്യമായി പറഞ്ഞാൽ 2019 ഫെബ്രുവരി 14 അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അന്നൊരു സാധാരണ ദിവസം പോലെ CRPF ജവാന്മാരുടെ ഒരു വലിയ കോൺവോയ്, അതായത് വാഹനവ്യൂഹം, ജമ്മു കാശ്മീരിലെ പുൽവാമയിലൂടെ കടന്നുപോവുകയായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് പിന്നീട് നടന്നത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഈ വാഹനവ്യൂഹത്തിലേക്ക് നേരെ ഇടിച്ചുകയറി. ഒരു ചാവേർ ആക്രമണം. ഇന്ത്യൻ സുരക്ഷാസേന നേരിട്ട ഏറ്റവും ക്രൂരമായ, ഏറ്റവും മാരകമായ ആക്രമണങ്ങളിലൊന്നായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ഈ ആക്രമണത്തിന്റെ ഭീകരത നമുക്കൊരു സംഖ്യയിലൊതുക്കാം. 40. വെറുമൊരക്കമല്ലത്, രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ 40 CRPF ജവാന്മാർ. ആ നഷ്ടം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ഈയൊരു സംഭവം രാജ്യത്തെ ഒന്നടങ്കം ഞെട്ടിച്ചു. ശരിക്കും പറഞ്ഞാലൊരു വലിയ ദുഃഖക്കടലിൽ ആഴ്ത്തി. സ്വാഭാവികമായും ഇത് നമ്മുടെ നയതന്ത്ര ബന്ധങ്ങളെയും കാര്യമായി ബാധിച്ചു. അപ്പോൾ ഈയൊരു ദുരന്തം നടന്ന ദിവസത്തെ നമ്മൾ എന്തിനാണ് കരിദിനമെന്ന് വിളിക്കുന്നത്? ആ പേരിന് പിന്നിലുള്ള അർത്ഥമെന്താണെന്ന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം. ശരിക്കും ഒരു കരിദിനം എന്ന് പറയുന്നത് ഒരു വലിയ ദേശീയ ദുരന്തത്തെ ഓർക്കാനുള്ള ദിവസമാണ്. ഇത് വെറുമൊരു ഓർമ്മ മാത്രമല്ല, നമുക്കുവേണ്ടി ജീവൻ വെടിഞ്ഞ ആ ധീരരെ ആദരിക്കാനും അവരുടെ കുടുംബങ്ങളോടൊപ്പം നിൽക്കാനും ആ വലിയ നഷ്ടം നമ്മൾ ഒരിക്കലും മറക്കില്ലെന്ന് ഉറക്കെ പറയാനും കൂടിയുള്ള ഒരു ദിവസമാണ്. അതായത് ഇത് വെറുമൊരു ദുഃഖാചരണത്തിൽ ഒതുങ്ങുന്നില്ല, മറിച്ച് അവരുടെ ധീരതയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്ന് കാണിക്കാനും രാജ്യത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിവസം. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യ ഈ ദിനത്തെ എങ്ങനെയാണ് ഓർക്കുന്നത്? ആ ഓർമ്മകൾ മാഞ്ഞുപോകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നത്? പല രീതിയിലാണ് ആളുകൾ ഈ ദിവസം ഓർമ്മിക്കുന്നതല്ലേ. ചിലയിടങ്ങളിൽ മെഴുകുതിരി കത്തിച്ച് മൗനജാഥകൾ നടത്തുന്നു, പ്രാർത്ഥനായോഗങ്ങൾ ചേരുന്നു. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ കൊണ്ട് നിറയും. സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ അനുസ്മരണ പരിപാടികളുണ്ടാകും. നേതാക്കളും സാധാരണക്കാരും ഒരുപോലെ സ്മാരകങ്ങളിൽ പോയി പൂക്കളർപ്പിക്കും. പിന്നെ രക്തസാക്ഷികളായ ജവാന്മാരുടെ കുടുംബങ്ങൾക്ക് സഹായമെത്തിക്കാനും പലരും ഈ ദിവസം തിരഞ്ഞെടുക്കാറുണ്ട്. ഒരു ദുരന്തം എന്നതിലുപരി പുൽവാമ ആക്രമണം നമ്മുടെ രാജ്യത്തിന്റെ ചിന്താരീതിയെയും ഐക്യത്തെയും എങ്ങനെയാണ് സ്വാധീനിച്ചത്? ത്യാഗവും ഐക്യവും ഇതിന്റെയൊക്കെ ഒരു പാരമ്പര്യം ഈ സംഭവം എങ്ങനെയാണ് ബാക്കിവെച്ചതെന്ന് നോക്കാം. നോക്കൂ, ഒരു വശത്ത് ഇതൊരു വലിയ ദുരന്തമായിരുന്നു. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട, രാജ്യത്തെ ഒന്നടങ്കം വേദനിപ്പിച്ചൊരു സംഭവം. പക്ഷേ മറുവശത്ത് ആ ദുരന്തത്തിൽ നിന്ന് ഒരുതരം അതിജീവനമുണ്ടായി. തീവ്രവാദത്തിനെതിരെ നമ്മൾ എത്രത്തോളം ശക്തമായി നിൽക്കണമെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇത് ആക്കം കൂട്ടി. എല്ലാത്തിലുമുപരി പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യം ഒന്നിച്ചു നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പുൽവാമ കരിദിനം എന്നത് ഒരു ദുരന്തത്തിന്റെ വാർഷികം മാത്രമല്ല, അത് വ്യക്തിപരമായും ദേശീയ തലത്തിലും നമ്മൾ സഹിച്ച ത്യാഗത്തിന്റെ വളരെ ശക്തമായൊരു ഓർമ്മപ്പെടുത്തലാണ്. ആ ധീരരുടെ ഓർമ്മ നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കും. അവസാനമായി നമുക്ക് സ്വയം ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്: ഇതുപോലുള്ള ഓർമ്മകൾ ഒരു രാജ്യത്തിന്റെ ഭാവിയെ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്? ഈ ഓർമ്മകൾ നമ്മളെ കൂടുതൽ ശക്തരാക്കുകയാണോ, അതോ നമ്മളെ പിന്നോട്ട് വലിക്കുകയാണോ? ഇതിനെപ്പറ്റിയൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും, അല്ലേ?